ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. അങ്ങനെയായിട്ട് നമുക്ക് സ്റ്റോറിയുടെ അകത്ത് പോവാം. നിങ്ങൾക്ക് സ്റ്റോറി നോക്കാം. ഇതാണ് ഫൈനൽ പാർട്ട്. അങ്ങനെയായിട്ട് അർജുൻ ഇങ്ങനെ കാറിൽ പോവായിരുന്നു. അങ്ങനെയായിട്ട് ഹോട്ടൽ ഫുഡെല്ലാം കഴിച്ച് ഇങ്ങനെ ജോലിയിൽ പോകാമായിരുന്നു. അർജുന് കിഡ്നാപ്പ് ചെയ്തായിരുന്നു. അതുകൊണ്ട് അർജുൻ വെളിയിൽ വന്നപ്പോൾ കിഡ്നാപ്പ് ചെയ്ത് അവൻ്റെ കാറിൽ കിഡ്നാപ്പ് ചെയ്ത് ഒരു കാട്ടിൽ കൊണ്ടുപോയിട്ട് കളിക്കായിരുന്നു. അർജുനക്ക് ഷോക്കായിരുന്നു. അങ്ങനെ അർജുൻ വരാതെ അത് ചെയ്തു വെച്ചായിരുന്നു. അർജുനക്ക് അർജുൻ കാർ അവിടെ ഇതാക്കി വെച്ചായിരുന്നു. അർജുൻ്റെ കാറിലിറക്കി അവിടുന്ന് അർജുൻ കാറിലുണ്ടായിരുന്നു. കുറച്ച് ഡ്രൈവ് ചെയ്ത് പ്ലേസിലേക്കിട്ട് ഇങ്ങനെ അവിടുന്ന് അർജുൻ വീട്ടിലാണ് ആ കാർ. ഈ അർജുൻ്റെ വീട് കുറച്ച് അപ്പുറമാണ്. അങ്ങനെ കാർ അവിടെ വെച്ച് അർജുന് വേറെ പ്ലേസിൽ കിഡ്നാപ്പ് ചെയ്ത് വെച്ചായിരുന്നു. അതേമാതിരി മാരേജിലേക്ക് പോകുന്ന ആ പെണ്ണിന് അതേമാതിരി കിഡ്നാപ്പ് ചെയ്ത് ആ പെണ്ണിങ്ങനെ ഷോപ്പിംഗ് ചെയ്ത് വരുമ്പോൾ ആ പെണ്ണിക്ക് പൈസ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആ പെണ്ണിനെ വേറെ പ്ലേസിൽ കിഡ്നാപ്പ് ചെയ്ത് ആ പെണ്ണിനെ ഇങ്ങനെ വാങ്ങിയിട്ട് നോക്കുമ്പോൾ ആ പെണ്ണ് ഒരു ഹോട്ടലിൽ റൂമിലുണ്ടായിരുന്നു. അങ്ങനെ ആ പെണ്ണും ഒരു ചെക്കന് ക്ലോസ് ആയി കെട്ടിപ്പിടിച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ചെക്കനിക്ക് ആ പെണ്ണിനെ ഒരുപാട് ഇഷ്ടമാണ്. മനസ്സിലായി ചെയ്യാം. അവനെ കൂടെ അവൾ റൊമാൻസ് ചെയ്ത് തുണിയില്ലാതെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ പെണ്ണിക്ക് ഓർമ്മയില്ലായിരുന്നു. അങ്ങനെ ആ പെണ്ണ് ഒരു ജ്യൂസ് കുടിച്ചായിരുന്നു. ആ ജ്യൂസ് കുടിച്ച് വരുമ്പോൾ ആ ജ്യൂസിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നു. ആണ് ഇതെല്ലാം ചെയ്തത്. ഹീറോയ്ക്ക് അങ്ങനെയായിട്ട് ആ പെണ്ണിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഹീറോയ്ക്ക് വീക്കും മാരേജായി. ഹീറോയുടെ വീട്ടിലാണ് ഉള്ളത്. ഇതാണ് പ്ലാൻ ചെയ്തത്. അത് വല്ലാത്തന്നെ കുറച്ച് ചിരിക്കായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. അത് ചെയ്തതാണ്. അങ്ങനെയായിട്ട് ഹീറോയിൻ കുടിച്ചായിരുന്നു. പാല് നന്നായിട്ട് കുടിച്ചിട്ട് പോയി റൂമിൽ കിടന്ന് ഉറങ്ങിയായിരുന്നു. എന്തിനാ അവർക്ക് ചെയ്തത് അറിയില്ലായിരുന്നു. അത് മാത്രം ചെയ്തതാണ് അറിഞ്ഞായിരിക്കും കാട്ടുന്നത്. അതിനായിട്ട് ഹീറോയിൻ കൂടെ ക്ലോസ് ആവാൻ ട്രൈ ചെയ്തതിന് വിട് എന്ന് പറഞ്ഞത് ഹീറോയിനെ വെച്ച് ടോർച്ച് ചെയ്ത് അങ്ങനെ ഹീറോയ്ക്ക് പ്രപ്പോസ് ചെയ്ത് അങ്ങനെ ഹീറോയിന് ക്ലോസ് ആയി കിടന്ന് ഉറങ്ങാറുമ്പോൾ എണിച്ചിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ഹീറോയിൻ എണിച്ച് നോക്കാൻ വില്ലത്തണിച്ചിരിക്കുകയാണ്. ഇല്ല ഇപ്പോൾ ഫ്ലാഷ് ബാക്കൊക്കെ ഹീറോയിന് വൺ സൈഡ് ലവ് ചെയ്തതാണ്. നിറയെ ബോയ്സ് ഹീറോയിനെ ക്ലോസ് ആകാതെ ജലസിലേറി വേണ്ടി പോയായിരുന്നു. അങ്ങനെയായിട്ട് ആരെ കൂടെ അവൾ ക്ലോസ് ആവില്ല, എനിക്കോ വേണമെന്ന് വെല്ലത്തന്നെ പ്ലാൻ ചെയ്താൽ അങ്ങനെ ഹീറോയ്ക്ക് ഹീറോയിൽ ചെന്ന് ഒരുപാട് ഇഷ്ടമാണ്. ഒരു ലവ് അങ്ങനെ പറയായിരുന്നു. അങ്ങനെ ഡേയ്സ് പോകുമ്പോൾ ഹീറോയിൻ മേലെ ഫീലിങ്സ് കൂടിപ്പോയായിരുന്നു. അങ്ങനെ ഹീറോയിൻ സ്വന്തം ഒരു ചെക്കൻ പറഞ്ഞായിരുന്നു ഹീറോയിൻ പഠിക്കുന്ന കോളേജിൽ ഒരു സീനിയർക്ക് ഹീറോയിൻ മേലെ ലവ് ഉണ്ട്. ആ സീനിയർ കൂടെ ഹീറോയിൻ റൊമാൻസ് ചെയ്തത് അത് കാര്യം പറഞ്ഞു. അത് അവർ രണ്ടും ക്ലോസ് ഉണ്ടായിരുന്നു. അറിഞ്ഞത് അത് നിശ്ചിട്ട് ഹീറോയിൻ എന്തെല്ലാം പറയാൻ തുടങ്ങിയായിരുന്നു. അവൻ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹീറോയിൻ തെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവളിങ്ങനത്തെ ഗേളാണ്, നല്ല ഗേളല്ലാന്ന് വീക്കും മനസ്സിലായിരുന്നു. അതുകൊണ്ട് ആ പെണ്ണ് ഹീറോയിൻ്റെ വീടിൻ്റെ പുറകിൽ നടക്കുന്ന പെണ്ണെ പ്രപ്പോസ് ചെയ്തതാണ്. മനസ്സിലായിരുന്നു ഹീറോ എന്തെല്ലാം ചെയ്യുന്നത് കൊടുക്കുമായിരുന്നു. ഹീറോയിൻ അമ്മയ്ക്ക് ഹീറോയിനെ അങ്ങനെയായിട്ട് ഹീറോയിൻ ഇവിടുന്ന് പോയായിരുന്നു. അതുകൊണ്ട് വീണ്ടും ടോർച്ചർ കഴിക്കാനില്ലാതെ അവൾ പഠിക്കാൻ പോയായിരുന്നു. അപ്പോൾ അർജുൻ പ്രപ്പോസ് ചെയ്തു. ബാക്കി കാര്യം സത്യം അറിഞ്ഞാൽ പിന്നെ അപ്പോൾ ആ പെണ്ണ് അവരുടെ സംസാരിക്കുന്നത് കേട്ട് മനസ്സിലായി അത് ആ പെണ്ണിൻ്റെ പ്ലാനാണ്. അവളെ പിടിക്കണം. ലവ് ചെയ്യുന്നതാണ് ആ പെണ്ണുക്കും അറിയായിരുന്നു. അവളെ ബോയ് ഫ്രണ്ട് വെച്ചിട്ടാണ് ചെയ്തതെന്ന് അറിഞ്ഞു. അങ്ങനെ ആ പെണ്ണിനെ എന്താണ് ചെയ്തത്, ആ പെണ്ണിനെ ഒരു ചെക്കൻ ലവ് ചെയ്ത് അവർ കൂടെ ക്ലോസ് ആക്കിയായിരുന്നു. ഇതാണ് പ്ലാൻ. എത്ര കഷ്ടപ്പെട്ട അർജുൻ എൻ്റെ വൈയിൽ വന്നില്ല, ഞാനത് ചെയ്യില്ല. മനസ്സിലായിരുന്നു അർജുൻ റിയൽ മാരേജ് പോലെ കോൺട്രാക്ട് മാരേജ്, ഞാൻ റിയൽ മാരേജ് പോകാൻ പ്ലാൻ ചെയ്തായിരുന്നു. അർജുൻ പറയുന്നത് കേട്ടായിരുന്നു. അതുകൊണ്ട് അർജുനെ പിടിച്ച് മിരട്ടി അർജുനൊന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്ത് ഹീറോയിനെ മാരേജ് ചെയ്തായിരുന്നു. റിയൽ മാരേജാണ്. ഹീറോയിൻ പറഞ്ഞ അവർക്ക് വേറെ വഴിയില്ല. അത് ആ പേപ്പർ പറഞ്ഞ് ഓൾറെഡി പേപ്പർ കൊടുന്നായിരുന്നു. അത് ചേഞ്ച് ചെയ്തായിരുന്നു. ഹീറോയിൻ്റെ അമ്മയ്ക്ക് ഡാഡിക്ക് ഒന്നും അറിയില്ലായിരുന്നു. പേപ്പർ ചേഞ്ച് എല്ലാം പ്ലാനാണ്. വെള്ളത്താണ് ചിരിക്കായിരുന്നു. എനിക്ക് സ്വന്തമായി വെള്ളത്താനായിട്ട് ഒരു ചിരിക്കായിരുന്നു. ഹീറോയിൻ രാവിലെ ചിലപ്പോൾ തീർച്ചയായിട്ട് വന്നായിരുന്നു ഹീറോയിൻ. അങ്ങനെ വീട് നോക്കി ഹീറോയിന് അങ്ങനെ വീട്ടുകാർക്കെല്ലാം ജോലി അവർ പറയുന്നത് എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞു. മമ്മി ഡാഡി പറഞ്ഞു പ്ലീസ് പറഞ്ഞേക്കാൻ ആറാൻ പറഞ്ഞായിരുന്നു. ശരി നമുക്ക് കുറച്ച് ട്രിപ്പ് പോവാം, നിങ്ങളിവിടെ ഇരുന്നോ, നിങ്ങൾക്ക് കൊക്കുകയാണോ ഇത് വേണോ ചെറുതായിട്ട് നിങ്ങൾക്ക് ടയർഡായിരുന്നു, കുറച്ച് ജോലിയുണ്ട് പറഞ്ഞാൽ അവർ പോയായിരുന്നു. ട്രിപ്പ് പറഞ്ഞാൽ ഒരു മാരേജ് ആണ്. ഹീറോയ്ക്ക് മാരേജ് മാതിരി ഒരു ഫാമിലി മാരേജ് അവർക്ക് പോയായിരുന്നു. ഹീറോയ്ക്ക് ടയർഡാണ് എന്ന് പറഞ്ഞ് റെസ്റ്റ് എടുത്ത് ഹീറോയിൻ എനിക്ക് കിട്ടിയ ചാൻസ് പറഞ്ഞിട്ട്
ഹീറോയിൻ കുക്ക് ചെയ്യുമ്പോൾ ഹീറോ ടോർച്ചർ ചെയ്തു വീഡിയോനെ വി എന്ന് പറയുന്നു. ഹീറോയിൻ ക്ലോസ് ആകാൻ തുടങ്ങി. ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയെ ബേബീസ് നോക്കിയിട്ട് വീഡിയോ നോക്കി മുറക്കായിരുന്നു. ഹീറോയ്ക്ക് 5 ബേബീസ് കാണും. സ്കൂൾക്ക് പോകാനാണ് ബേബീസ്ക്ക് 5 വയസ്സായി. സ്കൂളിൽ പോകണം. അതെ, 1ാം ക്ലാസ്സിലാണ് ഇരിക്കുക. ഹീറോയെ വീഡിയോ നോക്കി മുറക്കായിരുന്നു. എന്താ വി എന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 വയസ്സിൻ്റെ ഒരു ബേബി. അതെ, ഇപ്പോൾ ബേബി വേണ്ടെന്ന് ചെയ്തായിരുന്നു. ഓർക്ക് 5 ബേബി മതി വി പറഞ്ഞു. അതുകൊണ്ട് വീഡിയോ നോക്കി മുറക്കായിരുന്നു. വി ചിരിക്കായിരുന്നു. ഹീറോയിനെ കൊണ്ടുപോയിരുന്നു. അങ്ങനെ ആ ബേബി ഉറങ്ങായിരുന്നു. റൂമിലോട്ട് വി ഒരു റൂമിൽ കൊണ്ടുപോയി ഹീറോയിനെ. വീട്ടിൽ വി എന്ന് പറഞ്ഞു ഹീറോയിനെ വെച്ച് ടോർച്ചർ ചെയ്തു. റൊമാൻസ് ടോർച്ചർ. വി വിടടാന്ന് ഹീറോയിൻ പറയുന്നു. വി സമ്മതിക്കില്ല. വിടില്ലടി നിന്നെ ഞാൻ വിടില്ലാന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് ടോർച്ചർ റൊമാൻസ് ചെയ്തു വീന്. ഹീറോയിൻ ശരി വി എന്ന് പറഞ്ഞാണ്. അതെ, ഹീറോയിൻ വീട്ടിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ വീണ്ടും പറഞ്ഞ ഡാഡിൻ്റെ കമ്പനിയാണ് ഹീറോ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഹീറോ ഇവിടെ നിന്ന് ജോലി ചെയ്യാമെന്ന് പറഞ്ഞാണ്. വീട്ടിൽ തന്നെ ജോലി ചെയ്തു എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ജോലി വിടാൻ പോകാമെന്നു. ശരി ജോലി വിട്ടോ എന്ന് പറഞ്ഞാണ്. അടുത്ത സീനോട് സംസാരിച്ചു. മേലെ ജോലി വിടുന്നതിന് കുറച്ച് ജോലിയുണ്ട്, അത് ചെയ്തവന് വിടാൻ പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ബേബീസ് എല്ലാം വളർന്നതായും മമ്മി എന്ന് പറഞ്ഞു ജോലിയായിട്ട് ഹീറോ ബേബീസും കൂടെ ജോലിയായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. അങ്ങനെ ആയിട്ട് ആ പെണ്ണുക്ക് എന്ത് സംബന്ധിച്ച് പറഞ്ഞ് ഇപ്പോൾ വീവ് നോക്കുമായിരുന്നു. ആ പെണ്ണുക്ക് മാരേജാണ് അതെ, ആ പെണ്ണുക്ക് മാരേജായി. ആ പെണ്ണുക്ക് സാഡായിരുന്നു. ആരെങ്ങനെ ചെയ്തറിയില്ല. ആ ചെക്കന് ഇനി കിട്ടിയ ചാൻസ് ആ പെണ്ണുക്ക് മാരേജായിരുന്നു. മാരേജ് ഇപ്പം ഇഷ്ടമില്ലായിരുന്നു. വീൻ്റെ മാരേജ് കഴിക്കാൻ പറഞ്ഞാൽ അവന് മാരേജ് കഴിച്ചായിരുന്നു. ആ പെണ്ണുക്ക് ടെൻഷനായിരുന്നു. പിന്നെ അവൾക്ക് ഒരുപാട് ടെൻഷനായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ബേബീസ് ജനിച്ചിരുന്നു. അവൾക്കൂടെ 3 കുട്ടികളാണ്. അതെ, 3 കുട്ടികളാണ് അവൾക്ക് ജനിച്ചത്. അതുകൊണ്ട് ആ പെണ്ണ് ഒന്നും കണ്ടെക്കുന്നില്ല. പോടാന്ന് ക്ലബ്ബൊക്കെ പോവാം. പിന്നെ ആ ചെക്കൻ ടെൻഷനായിരുന്നു. അങ്ങനെയായിട്ട് ആ ചെക്കൻ ടെൻഷനായി. വീൻ്റെ അവിടെ വന്ന് സാഡായിട്ട് പറയുന്നു. വി പറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് ആ പെണ്ണ് കോൾഡ് ആ ചെക്കന്മാരെ ഇഷ്ടമുണ്ട്. അങ്ങനെയായിട്ട് വേറെ ഗേൾസായിട്ട് സംസാരിക്കും. ആ പെണ്ണൊക്കെ ജലസായി. അങ്ങനെ തല്ലി സോറിടാ എന്ന് പറഞ്ഞ് ഹക്ക് ചെയ്തു. ശരി ഓക്കെ അവർ രണ്ടുപേരും ഒന്നായി. അങ്ങനെ ഹീറോയ്ക്ക് ഇതെല്ലാം കാണാൻ സന്തോഷമായത്. വി നോക്കി പറയായിരുന്നു നല്ല കാര്യം ചെയ്ത് ഡാൻസ്. ഇതിനാണ് ഡാൻസ് പറഞ്ഞത്. എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു.